അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കരിക്ക് ചെറുതായിട്ട് ചെത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ നല്ല കൊടും ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നമ്മുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു പാനീയം, അതായത് ഡ്രിങ്ക്, അതാണ് ഇന്ന് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ ഇത്രയും ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളവും പിന്നെ ആ കാമ്പൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് വേർതിരിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ലേ. അപ്പോൾ അതൊന്ന് നമ്മൾ റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ വരാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മുടെ കരിക്കെല്ലാം നമ്മൾ എന്താ പറയുക തല്ലിപ്പൊട്ടിച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ കാമ്പ് നമ്മൾ അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ വെള്ളം, പിന്നെ നമ്മളൊരു അരമുറി നമ്മുടെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐസും, പിന്നെ നമ്മുടെ നമ്മുടെ കസ്കസ്. അപ്പൊ ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ നാരങ്ങ ഇതിന്റെ അകത്ത് ഒന്ന് മതി. ഒരുപാട് വേണ്ട, ഒരു ചെറിയൊരു പുളി. എത്ര വേണ്ട പരിപാടി? കുരുവൊന്നും നമുക്ക് പ്രശ്നമല്ല കേട്ടോ, അത് നമുക്ക് എടുത്തുള്ള സ്വാഭാവികം. നാരങ്ങയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 2-3 പീസ് ഐസ് ഇട്ട് കൊടുക്കാം ആദ്യം. കാര്യം ഇതിന് ചെറിയൊരു തണുപ്പ് വേണം. നാച്ചുറലായിട്ട് തണുപ്പുണ്ട്, എന്നാലും നമുക്ക് 2 പീസ് ഐസ് ഇപ്പൊ വന്നിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ. വെള്ളത്തെ പൊങ്ങി കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയാണ്. അതെ, അപ്പൊ നമ്മുടെ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ എന്താ പറയാ നമുക്കൊരു ഇതിനൊരു ചെറിയൊരു മധുരവും ഒരു ടേസ്റ്റും ഒക്കെ വേണ്ടേ. അപ്പൊ അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് അതെ, ഇതിന് പകരം നമ്മുടെ സാധാരണ നമ്മുടെ സർബത്ത് ഉണ്ടല്ലോ, അതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് നമുക്ക് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കേട്ടോ. ചിലപ്പോ നമുക്ക് കിട്ടുന്ന കരിക്കിന് നല്ല മധുരം കാണും, അങ്ങനെയാണെങ്കിൽ ആദ്യം ചേർക്കണ്ട. പിന്നെ ഇത് അതിനൊരു കളറും നല്ല അടിപൊളി സംഭവം ആണ്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കസ്കസില്ലേ അത് ഇതിൻ്റെ അതിൽ ചേർത്ത് കൊടുക്കാം. കസ്കസ് നമുക്കുണ്ടല്ലോ നല്ല തണുപ്പ് കിട്ടും, വയറിനൊക്കെ നല്ല തണുപ്പ് ഒരു ഫീൽ കിട്ടും. അതാണ് നമ്മൾ ഈ കസ്കസ് കാര്യമായിട്ട് ചേർത്ത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം. അപ്പം നമുക്കുണ്ടല്ലോ ആ കളറൊക്കെ ഒന്ന് മേടി വരും. അതിനുശേഷം നമുക്ക് തണുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിന്റെ കാമ്പുണ്ടല്ലോ അത് കൂടി ചേർക്കുക. നമ്മളിവിടെ ഇത് അരയ്ക്കാനോ ഒന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടുക. അത്രേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുന്ന ഒരു റിഫ്രഷിങ് സംഭവമാണ്. അപ്പൊ ഈ അടിയിൽ കിടക്കുന്ന ഈ നമ്മുടെ സർബത്തൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കി എടുക്കാം. അപ്പൊ കളറും ഒന്ന് മാറി അതെ നല്ലൊരു മണമാണ് ഈ സാധനം നമ്മൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, വലിയ വിലയൊന്നും ഇല്ല. ഓൺലൈനിലൊക്കെ കിട്ടുന്ന സാധനം. കാര്യം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസാപ്പൂവാണ്. അപ്പൊ അതുകൊണ്ടല്ലോ ആരോഗ്യത്തിനൊക്കെ നല്ലത്. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ കരിക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഇത്. ഇനി അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ എന്താ പറയുക നമ്മുടെ ഇല്ലെങ്കിൽ നമ്മുടെ സർബത്ത് ഉണ്ടല്ലോ, നാടൻ സർബത്ത് ചേർത്താലും മതി. ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയോ എന്താ പറയുന്ന കൽക്കണ്ടോ അങ്ങനത്തെ സാധനമൊക്കെ ചേർത്ത് കഴിഞ്ഞാലും മതിയെങ്കിൽ അത് മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം കുറച്ച് കാര്യം നമ്മൾ ഇതിനകത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞുകൊണ്ട് സ്വല്പം മധുരം കരിക്കിന്റെ വെള്ളത്തിൽ നിന്ന് കുറയും. അപ്പൊ അതിന് വേണ്ടി അത് ബാലൻസ് ചെയ്യാനും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു സാധനമാണ്. തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ 3-5 പീസ് ഐസും കിട്ടും. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് അഭിപ്രായം പറയുക. അടിപൊളി സാധനമാണ്, ഗ്യാരണ്ടി സാധനമാണ്. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലേ അത് കൂടെ ഓൺ ചെയ്ത് ഓപ്ഷൻ കൂടെ ഓൺ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മള് അടുത്ത വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്തൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.